ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രാവിലത്തെ ഓരോരോ തിരക്കുകളും ഞാൻ രാവിലെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ, പണികൾ, വൃത്തിയാക്കുന്നത്, പിന്നെ പിള്ളേരെ വിടുന്നത്, അങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള വ്ളോഗാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചോറൊക്കെ അടുപ്പിട്ട് നമ്മൾ തെർമൽ കുക്കറിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാട്ടോ ഇങ്ങനെ തോന്നിയത്, എന്നാൽ പിന്നെ ഒരു വ്ളോഗ് എടുക്കാം. കുറച്ച് ദിവസമായി, 10-15 ദിവസമായി ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണേ. നൂൽപുട്ട് ആദ്യം കുഴച്ചെല്ലാം റെഡിയാക്കി നമ്മൾ ചുറ്റിച്ച് കഴിഞ്ഞപ്പം പെരുവിരാന്നാട്ടോ വന്നത്. അപ്പം നൂൽപുട്ടിൻ്റെ പൊടി കുഴച്ചത് ശരിയാകാത്തതുകൊണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ഒരു ശകലം പൊടിയും കൂടി ചേർത്ത് ഞാൻ കുഴച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും നൂൽപുട്ടിനെ റെഡിയാക്കി എടുക്കുമ്പം റോട്ടിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അത്ര മിസ്റ്റേക്കൊന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല. അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതാകുമ്പോൾ എനിക്ക് ചിലപ്പോൾ എന്തൊക്കെയോ പ്രശ്നമായിരിക്കും കേട്ടോ. പക്ഷേ ചിലർക്ക് ഇതൊരു ഈസി ആയിട്ടുള്ള പരിപാടിയാണ് നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഒറോട്ടിപ്പൊടി ഉണ്ടെങ്കിൽ ഈസി ആട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറോട്ടിപ്പൊടി ഒരു കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്താൽ നമ്മളങ്ങ് കുഴച്ചാൽ മതി കേട്ടോ. സെറ്റാണ്. പിന്നെ ഇച്ചിരി ഞാൻ പച്ചവെള്ളം ഒരു കപ്പ്, ഇതെല്ലാം ഈസി ആണല്ലോ എന്നുള്ളൊരു നമ്മുടെ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഞാനങ്ങ് ഒഴിച്ചു. ഒരു ശകലം കൂടി പോയെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ആയിരുന്നു കേട്ടോ ആദ്യം നമ്മൾ ഞെക്കി നോക്കിയപ്പോൾ പിരിവിരുവെന്ന് വീണ. പിന്നെ കുറച്ച് പൊടിയും കൂടി അങ്ങ് ചേർത്തപ്പോഴത്തേ അതങ്ങ് സെറ്റായി. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ട്രിപ്പ് നൂൽപുട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സച്ചൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ടൊക്കെ. അവന് നൂൽപുട്ട് കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവൻ കഴിച്ചോളും കേട്ടോ. പഞ്ചസാര ഉണ്ടെങ്കിലും കഴിക്കും, പഞ്ചസാര ഇല്ലെങ്കിലും കഴിക്കും. നൂൽപുട്ട് അത്ര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ചോറൊക്കെ ഞാൻ പറഞ്ഞില്ലേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തോന്ന് നോക്കുമായിരുന്നു കേട്ടോ. 2 മണിക്കൂറോളം വേണം, പിന്നെ ഒരു 1/4 മണിക്കൂറും കൂടെ വെച്ചാൽ ആകും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ട്രിപ്പ് നൂൽപുട്ടൊക്കെ ആയിട്ടുണ്ട്. രാവിലെ ഞാൻ കൂടുതലും പുട്ടോ നൂൽപുട്ടോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാൻ കേട്ടോ പതിവ്. പിന്നെ ഒട്ടും സമയമില്ല നമ്മൾ ഗോതമ്പ് ദോശ പിടിക്കുക. ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ലച്ചുവിന് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനതൊക്കെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരുടെയും പാത്രത്തിലേക്ക് വെള്ളമൊക്കെ എടുക്കാം. സച്ചുവിൻ്റെ കുപ്പിയാണ് കേട്ടോ വെള്ളം നിറച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ചേട്ടായി 2 കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്, ലച്ചു ഒരു കുപ്പിയിൽ കേട്ടോ. ചേട്ടായി വർക്ക്ഷോപ്പിൽ പണിയൊക്കെ എടുക്കുമ്പം നന്നായിട്ട് വെള്ളം കുടിക്കണമല്ലോ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പകുതി കുറച്ചൊക്കെ തിരിച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്നാലും നമ്മൾ 2 കുപ്പി വെള്ളമൊക്കെ കൊടുത്തു വിടും. അങ്ങനെ പിള്ളേർക്കുള്ളതൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ലച്ചൂട്ടി ഇവിടെ എഴുന്നേറ്റ് വന്ന് പല്ല് വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ കടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടോ. പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും കടിയും വേണം, അതിൻ്റെ കൂടെ കറി ഉണ്ടെങ്കിലാണ് കേട്ടോ ഏറ്റവും സന്തോഷം. അല്ലെങ്കിൽ അവൾ പറയും ഞാൻ ചോറുന്നോളാന്ന്. അവൾക്ക് കടി തന്നെ തിന്നുന്നതിനേക്കാളും ഇഷ്ടം കറി എന്തെങ്കിലും വേണം കേട്ടോ. സച്ചൂട്ടിനും ചേട്ടയ്ക്കും പിന്നെ ആ നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മുടെ ചോറൊക്കെ റെഡിയായി ഞാൻ വാർത്തിട്ടുണ്ട്. നമുക്ക് ചേട്ടായിൻ്റെ പാത്രത്തിലേക്ക് ചോറെടുക്കാം. ഇന്ന് ഞാൻ കറി വെക്കുന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ആകപ്പാടെ എന്താ പറയുക, ഒരു തിരക്കായി പോയിട്ട്. അപ്പം ഞാനിന്ന് ചെറുതായിട്ടൊരു തട്ടിക്കൂട്ട് അവിയലും പിന്നെ നമ്മുടെ അയലക്കറി ഉണ്ട് കേട്ടോ. അയലക്കറി ഇന്നലെ രാത്രി വെച്ചതാണേ. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് രാവിലെ കൊടുത്തു വിടാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. രാവിലെ അതെല്ലാം നന്നാക്കി വെക്കാൻ നിൽക്കുമ്പോൾ നേരം പോകുമേ. അപ്പം അങ്ങനെ ഇവരുടെ പാത്രങ്ങളെല്ലാം സെറ്റാക്കി സച്ചൂടിന് അപ്പത്തേക്ക് എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് മിടുക്കനായിട്ട് ഞാനൊന്നും എടുത്ത് കൊടുക്കേണ്ടി ഒന്നും വന്നില്ലേ. അവൻ വേഗം നമ്മൾ ഏതാ ഡ്രസ്സ് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. പുള്ളിക്കാരനൊക്കെ അതൊക്കെ എടുത്ത് സെറ്റായി നിൽക്കുകയെ. അപ്പോഴത്തേക്ക് അച്ഛൻ പോകാൻ നേരമായല്ലോ. പിന്നെ അച്ഛൻ്റെ കൂടെ ഞാൻ അച്ഛനെ വണ്ടി കയറ്റി വിടാം, എന്നെ വണ്ടിയിൽ കയറ്റിയില്ല എപ്പോഴും വിടാറെന്നൊക്കെ പറഞ്ഞിട്ട്, മഴയുണ്ടല്ലോ, ചാറ്റമഴയുണ്ടല്ലോ, അപ്പം അച്ഛനെ കുട പിടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനങ്ങ് അച്ഛനെ കയറ്റി വിടാൻ പോയി കേട്ടോ. ചേട്ടായി പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ സച്ചൂടിനും പോകും കേട്ടോ. 8:30 ആകുമ്പോഴത്തേക്ക് അവൻ്റെ വണ്ടി വരും. അപ്പം പുള്ളിക്കാരൻ തന്നെ വേഗം സെറ്റായി ഒരുങ്ങുന്നതുകൊണ്ട് നമുക്ക് രാവിലെ അവനെ വിടാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയൊരു ചടിയും പോകുന്നില്ല, അങ്ങനെ ചെറിയൊരു മടീൻ്റെ പരിപാടികളൊക്കെ അല്ലാണ്ട് കുഴപ്പമില്ല. പിന്നെ വേഗം അങ്ങ് ഒരുങ്ങിക്കോളൂ കേട്ടോ. അപ്പം എല്ലാവരും പോകുന്ന സമയം പോയി കഴിഞ്ഞാൽ എൻ്റെ അടുക്കളയും ഡൈനിങ് ടേബിളൊക്കെ ഈ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണോ? എൻ്റെ വീട്ടിൽ എങ്ങനെയാണ്, ഇവിടെ മാത്രമാണോ ഇങ്ങനെയുള്ളൂ എന്ന് എനിക്കറിയത്തില്ല. രാവിലെ ഒരു തിരക്കും മേളമാണ്. പിന്നെ ഒരു ചന്തയിൽ ഇറങ്ങിയ ഒരു അവസ്ഥ കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പം ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും തന്നെ ലച്ചു സച്ചൂടിനും അതിന് മുമ്പിൽ വന്നിട്ടാണ് കേട്ടോ ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ സച്ചൂടിനാണെങ്കിൽ ഒരു ചീപ്പും കൊണ്ട് നടപ്പുണ്ട്. തലേക്കൊന്നും ഞാൻ ചീവി കൊടുത്തായിരുന്നു, എന്നാൽ അവൻ ക്യാമറേൻ്റെ മുമ്പിൽ അവനെയും കൂടി വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ അവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ വന്ന് നിന്ന് ചീവൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാനെന്താ മേശപ്പുറമൊക്കെ ഒന്ന് ഒതുക്കിയേക്കാം. അത്യാവശ്യം അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ ചോറും കറിയും പരിപാടിയൊക്കെ ആയി, പിന്നെ വൃത്തിയാക്കലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ പോകുമ്പോഴത്തേക്ക് നമുക്ക് റെഡിയാക്കിയാൽ മതിയല്ലോ.
പോയി കഴിഞ്ഞ് സമാധാനത്തിൽ റെഡിയാക്കിയിട്ട് ഞാൻ ചായയൊക്കെ കുടിക്കാറുള്ളൂ. ഇടയ്ക്ക് പിന്നെ ചിലപ്പം ഒരു കട്ടൻ ചായ കുടിക്കും കേട്ടോ. പുള്ളിക്കാരൻ കണ്ട സ്റ്റൈലായിട്ട് വന്ന് ചെയ്യുവാണേ. അപ്പം ഞാൻ പിന്നെ പുള്ളിക്കാരനെ രാവിലെ കുളിപ്പിക്കാറില്ല കേട്ടോ. വൈകുന്നേരമാണ് അവനെ സ്കൂൾ വിട്ട് വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ഒന്ന് കുളിപ്പിച്ച് തലയൊക്കെ കുളിപ്പിച്ച് അങ്ങനെയാണ് അവനെ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെവിയാനും കഫക്കെട്ടൊക്കെ വരുന്നതുകൊണ്ട് രാവിലെ ഒന്ന് കാലും കൈയും മുഖം കഴിക്കുകയോ അല്ലെങ്കിൽ മേല് കഴിക്കുകയോ ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോഴത്തേക്കും വൈകുന്നേരം കുളിപ്പിച്ചാണെങ്കിലും തലയിലൊരു തുള്ളി എണ്ണ ഇല്ലാത്ത പോലെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചാണെങ്കിലും രാവിലെ ആകുമ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ എണ്ണയില്ലാത്ത പോലെ ആകുന്നതുകൊണ്ട് ഞാൻ ശകലം എണ്ണയൊക്കെ തൂത്ത് കൊടുത്ത്. പിന്നെ ഇപ്പോഴത്തെ വലുതാകാത്തതുകൊണ്ട് അവൻ എണ്ണയൊന്നും തേക്കുന്നതിന് ചീത്തയൊന്നും പറയുന്നില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഒരു ഈർച്ചയാന്നൊക്കെ പറയുമായിരിക്കും, എനിക്കങ്ങനെയാണ്. അപ്പം അങ്ങനെ വണ്ടി വന്നിട്ടുണ്ട്. ലച്ചൂട്ടിയാണ് ഇന്ന് അവനെ കയറ്റിവിടാൻ വേണ്ടി പോയത്. അവിടെ കയറ്റിവിടാൻ വേണ്ടി അങ്ങ് ചെന്നപ്പോഴത്തേക്കും ചാറ്റമഴ വരുന്നുണ്ട്. പുള്ളിക്കാരി ഓടിങ്ങ് പോകുന്നു കേട്ടോ. അപ്പം അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് അവൻ സന്തോഷമായിട്ട് പോയി. അപ്പോൾ ലച്ചൂട്ടിക്ക് ഇനി 8:45 കേട്ടോ പോകേണ്ടത്. അങ്ങനെ 8:15 അച്ഛൻ പോവും. 8:30 സച്ചൂട്ടൻ പോവും. പിന്നെ 8:45 ലച്ചുവും പോവും. അങ്ങനെ പിന്നെ എൻ്റെ പരിപാടികൾ പിന്നെ വീടൊക്കെ വൃത്തിയാക്കുക, അലക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം എന്തായാലും അലക്കൊന്നും നടക്കില്ല, കാരണം അതുപോലത്തെ മഴയായിരുന്നു കേട്ടോ. നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ? ഞാൻ വാർത്തയിലൊക്കെ കാണാറുണ്ട് മഴക്കെടുതികളില്ലേ. പണ്ടൊക്കെ മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷവും കട്ടൻ ചായയും കുടിച്ച് എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് മിച്ചറൊക്കെ തിന്ന് ആ ഒരു മെമ്മറി ആയിരിക്കും മഴക്കാലം. കുട്ടിക്കാലത്തൊക്കെ നല്ല രസമല്ലേ, വെള്ളത്തിൽ കളിച്ച് അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ ഇപ്പം മഴക്കാലം എന്ന് പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ പേടിയാണ് കേട്ടോ. കാരണം നമ്മുടെ വീടിൻ്റെ പുറകിലൊരു മാട് പോലെ ഉണ്ട്, ഒരു തിണ്ട് പോലെ. അപ്പോൾ അത് നല്ല മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഇടിവേ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം ഞാനപ്പോൾ ഓർക്കും, ഇത്രയും ചെറുതായിട്ട് ഇടിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും പേടിയാണെങ്കിൽ നമ്മുടെ മഴവെള്ളപ്പൊക്കവും എല്ലാം വരുമ്പോഴത്തേക്കും ഓരോ ആൾക്കാർ ഇട്ട ഡ്രസ്സ് മാത്രമായിട്ട് അവരവരുടെ വീട്ടിൽ നിന്നൊക്കെ അല്ലേ വേറെ സ്ഥലത്തേക്ക് മാറേണ്ടിയൊക്കെ വരുന്നവരുടെ അവസ്ഥ ഓർക്കുമ്പോൾ പാവം തോന്നും കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും. ഇപ്പോൾ ഭയങ്കര മഴയാണ്, ഒന്ന് കുറഞ്ഞാൽ മതിയെന്ന്. എന്നാൽ ഈ മഴ ആദ്യം പെയ്യുകയില്ല. നമ്മൾ കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും ലാസ്റ്റ് വെച്ചുകൊണ്ടിരിക്കുക എല്ലാം കൂടെ പെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രളയമായി ബുദ്ധിമുട്ടായി ആകപ്പാടെ. എന്നാൽ പിന്നെ ആദ്യം കുറച്ച് പെയ്താൽ എന്തായാലേ മഴയ്ക്ക്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നും കേട്ടോ. എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഭയങ്കര സത്യം പറഞ്ഞാൽ നമുക്ക് തീയെ പേടിക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളത്തെ പേടിക്കണമല്ലേ. ഞാൻ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പേടിക്കുന്നത് തീയാന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് തെന്നി മാറിയെന്ന് തോന്നുന്നു. അപ്പം ലച്ചൂട്ടി പോകാറൊക്കെ ആയി. അപ്പം ലച്ചൂട്ടി നടന്ന് കമ്പനി അടുത്ത് വരെ പോയിട്ട് ബസ്സിനാണ് കേട്ടോ പോയത്. ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ കുടയൊക്കെ ചൂടി പോയി. പിന്നെ മഴയൊക്കെയുള്ള സമയം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് ഇല്ലേ, എല്ലായിടത്തും പോകും, വെള്ളക്കെട്ടുകളിൽ പിള്ളേരെ കളിക്കാൻ വിടാതെയൊക്കെ ഇരിക്കുക, നന്നായിട്ട് കെയർ ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം നമ്മുടെ മഴക്കാലം പേടിക്കണം അല്ലേ. അപ്പം ഞാനതൊക്കെ കഴിഞ്ഞ് മേശപ്പുറമൊക്കെ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എന്നാൽ അടുക്കളയും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചേക്കാം. അടുക്കളയിൽ ഞാൻ എപ്പോഴും ആ രാവിലത്തെ പണികളൊക്കെ കഴിയുമ്പം ഒന്ന് ഡെറ്റോളോ അല്ലെങ്കിൽ ഫിനോയിലോ എന്തെങ്കിലും ഒരു ചെറിയൊരു മണമുള്ള സാധനം ഇട്ട് ലാസ്റ്റ് ഒറ്റ പ്രാവശ്യം ഒന്ന് സ്ലാബ് ഒന്ന് തുടയ്ക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മീനും കറികളൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് മണമൊന്നും തോന്നില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ കയറി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആദ്യം കിട്ടുന്ന മണം അതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും തുടക്കില്ല, ദിവസം ഒരു നേരം ഒരു പ്രാവശ്യം ഒന്ന് ഫുള്ള് പണിയും കഴിയുമ്പോൾ ഒന്ന് മുക്കി തുടയ്ക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മേശപ്പുറവും തുടയ്ക്കാറുണ്ട്. അപ്പം അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് തുടച്ചങ്ങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൃത്തിയായിട്ട് വൈകുന്നേരം വരെ അങ്ങിരുന്നോളും. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം വൃത്തികേടൊന്നും ആവില്ല കേട്ടോ. കാരണം നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഞാൻ രാവിലെ ചോറും കറികളും ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തേക്ക് വലിയ കാര്യമായിട്ട് ഉണ്ടാക്കാൻ നിൽക്കാറില്ല. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും പലഹാരമൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കാറുള്ളൂ കേട്ടോ. ഇനിയിപ്പം നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചുവാരലും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മേല് കഴുകി ചായയൊക്കെ കുടിക്കും. അതിന് ശേഷമാണ് കേട്ടോ രാവിലത്തെ ഇത്രയും പണികളുള്ളൂ. കഞ്ഞിയും കറിയൊക്കെ ആയല്ലോ. പക്ഷെ ഞാനെല്ലാ ക്ലീനിങ്ങും പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉച്ചയാകും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ എടുക്കുമോ, ഷോർട്സാണ് എപ്പോഴും എടുക്കുന്നത്. ഇങ്ങനെ കോമഡി ഡയലോഗുകളൊക്കെ അഭിനയിക്കുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ അടുക്കള ക്ലീനായി, നമ്മുടെ ഡൈനിങ് ഹാളൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലായിടും അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ജനലൊക്കെ കുറച്ച് നേരം തുറന്നിട്ടുള്ളൂ. എനിക്ക് പേടിയാണ് പാമ്പ് കയറുമെന്ന്. ഒന്ന് കാറ്റ് കയറാൻ നമ്മളവിടെ ഉള്ളപ്പോൾ തുറന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മേല് കഴുകിയിട്ടൊക്കെ വന്നു. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ച് മാവ് ബാക്കി വന്നതിൽ ഇച്ചിരി തേങ്ങയും ഉള്ളി വെച്ച് പരത്തി അവിടെ വെച്ച്.
അപ്പോൾ അത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതിയായിരുന്നു. കാരണം ഞാനെന്താ വെച്ചാൽ നൂൽപുട്ടിന് ഞാൻ കറി കൂട്ടില്ല. എനിക്ക് നൂൽപുട്ട് കറിയില്ലാതെ തേങ്ങേൻ്റെ രുചിയിൽ തേങ്ങയൊക്കെ ഇട്ട രുചിയിൽ കഴിക്കാനായിട്ടോ ഇഷ്ടം. ഇപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.